പ്രിയപ്പെട്ട പ്രേക്ഷകർ, റിപ്പോർട്ടർ ഏറ്റെടുത്ത ഒരു വലിയ ക്യാമ്പയിനായിരുന്നു +1 സീറ്റിൻ്റെ ക്ഷാമവും അതുയർത്തിവിട്ടിരിക്കുന്ന വിവാദങ്ങളും. അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പല തലങ്ങളിൽ ഇടപെട്ടു. സർക്കാർ തന്നെ ഒടുവിൽ ഈ തുടർച്ചയായ വാർത്തയെ തുടർന്ന് ഇടപെടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. +1 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷാ സമർപ്പണം പൂർത്തിയായിട്ടും സീറ്റ് പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഞങ്ങളുടെ മലപ്പുറം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറത്ത് മാത്രം 7054 വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാനായിട്ടില്ല. നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ വെട്ടിമാറ്റിയ ശേഷമുള്ള കണക്കാണിത്. നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുടെ അപേക്ഷാ സമർപ്പണത്തിൽ ഇരട്ട നീതിയാണ്. VHSEയിൽ നോൺ ജോയിനിങ് വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അപേക്ഷ നൽകാം. എന്നാൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷിക്കാൻ അവസരം നൽകിയില്ല. സർക്കാർ ഉത്തരവുകളുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. അഷ്കരലി, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഇപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഇരട്ട നീതിയുണ്ട് എന്നുള്ളത്. ഇപ്പോഴും 7000-ഓളം വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നുള്ളത്. എന്താണ് മലപ്പുറത്ത് മാത്രം 7084 വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഈ അപേക്ഷ നൽകാനായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായൊരു വീഴ്ചയാണ്. ഈ വിദ്യാർത്ഥികൾ മറ്റെവിടെയെങ്കിലും അഡ്മിഷൻ നേടിയവരാണോ, അതല്ല അവർക്ക് ഇനിയും അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്നവരാണോ ഇവർ? അരുൺ, പ്രധാനമായും 2 കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ സമർപ്പണം ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ മന്ത്രിയുടെ അവകാശവാദം അനുസരിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പൂർത്തിയാകുമ്പോൾ കോഴിക്കോട് പാലക്കാടും അടക്കം മുഴുവൻ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിക്കും. മാത്രമല്ല മലപ്പുറത്തും വലിയൊരു പ്രതിസന്ധി ഉണ്ടാവില്ല, ചില്ലറ വ്യത്യാസങ്ങൾ മാത്രമേ ശേഷിക്കൂ എന്നായിരുന്നു മന്ത്രിയുടെ കണക്കും അവകാശവാദങ്ങളൊക്കെ. പക്ഷേ അതെല്ലാം തള്ളുന്ന ഒരു അപേക്ഷാ സമർപ്പണം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ അപേക്ഷകൾ പൂർത്തിയാകുമ്പോൾ 57,712 വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് ആകെ 3 ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് ആകെയുള്ളത് 57,712 വിദ്യാർത്ഥികളാണ്. അതിൽ തന്നെ 70% വിദ്യാർത്ഥികളും മലബാറിൽ നിന്നാണ് എന്നുള്ളതാണ് ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി വ്യക്തമാക്കുന്നത്. അതിൽ 40,945 വിദ്യാർത്ഥികളാണ് മലബാറിൽ നിന്നും ഇത്തരത്തിൽ +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകൾ എത്തിയിരിക്കുന്നത് 30% അപേക്ഷകൾ എന്ന് പറയുന്നത് അത് മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമാണ്. സംസ്ഥാനത്ത് ആകെയുള്ള അപേക്ഷകർ 16,881 അപേക്ഷകളാണ് ഇത്തരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. പക്ഷേ ജില്ലയിൽ ഇനി ജനറൽ സീറ്റ് ആകെ ശേഷിക്കുന്നത് 6,937 സീറ്റുകളാണ്. സ്വാഭാവികമായും ജനറൽ സീറ്റുകൾ പരിഗണിച്ചാൽ പോലും 9,944 വിദ്യാർത്ഥികൾക്ക് സർക്കാർ കണക്ക് പ്രകാരം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പൂർത്തിയായാൽ പോലും സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ജില്ലയിൽ തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ലയിൽ സംസ്ഥാനത്ത് ആകെ തന്നെ ഇത്തരത്തിലൊരു വലിയ വേർതിരിവും വിവേചനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നോൺ ജോയിനിങ് വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ്. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 11,000-ഓളം വിദ്യാർത്ഥികൾ ഇത്തവണ മുഖ്യ അലോട്ട്മെൻറ്റുകളിൽ ആദ്യ 3 ഘട്ട അലോട്ട്മെൻറ്റുകളിൽ അവസരം ലഭിച്ചിട്ടും അഥവാ ഏതെങ്കിലും ഒരു സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം എടുക്കാതെ പോയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെട്ട വിഷയമോ അല്ലെങ്കിൽ അവർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമോ വിദ്യാലയമോ ഒന്നും ലഭിക്കാത്തത് കൊണ്ടാണ് ഈ 11,000-ഓളം വിദ്യാർത്ഥികൾ +1 തന്നെ അഡ്മിഷൻ നേടാത്ത സാഹചര്യം ഉണ്ടായത്. ഈ കണക്ക് സർക്കാർ തന്നെ ഔദ്യോഗികമായി നിയമസഭയിൽ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ അതിലെ 4,900-ഓളം വിദ്യാർത്ഥികൾ പിന്നീട് മാനേജ്മെന്റ് കോട്ടകളിലും അൺമെയ്ഡഡ് സീറ്റുകളിലുമായിക്കൊണ്ട് അഡ്മിഷൻ നേടുന്ന സാഹചര്യമുണ്ടായി. ശേഷിക്കുന്ന 7,054 വിദ്യാർത്ഥികൾക്ക് ഇത്തവണ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകണമെന്ന ആവശ്യമായി നേരത്തെ തന്നെ നമ്മൾ തുടർച്ചയായ വാർത്തകൾ നൽകിയിരുന്നു. MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും ഫ്രറ്റേണിറ്റിയും അടക്കമുള്ളവരും സമാന ആവശ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികൾക്കൊന്നും മലപ്പുറം ജില്ലയിലെ മാത്രം ഉദാഹരണമാണ് എടുക്കുന്നത്. 7,054 വിദ്യാർത്ഥികൾക്ക് മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ തന്നെയുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് സമാനമായ രീതിയിൽ ആദ്യം 3 ഘട്ട അലോട്ട്മെന്റിൽ അവസരം ലഭിച്ചിട്ടും സീറ്റ് എടുക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാൻ അവസരം നൽകിയിരുന്നു. പക്ഷേ ആ അപേക്ഷിക്കാനുള്ള അവസരം ഹയർ സെക്കൻഡറിയിലെ റെഗുലർ വിദ്യാർത്ഥികൾക്ക് നൽകിയില്ല എന്നുള്ളതാണ് ഈ വിവേചനവും സർക്കാർ തന്നെ ഇരട്ടത്താപ്പും. ഇതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് 7,000-ഓളം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അപേക്ഷകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജില്ലയിലെ സീറ്റ് പ്രതിസന്ധി അത് 14,000-ഓളം ഉണ്ടാവുന്ന അല്ലെങ്കിൽ 17,000-ഓളം വരുന്ന സീറ്റ് പ്രതിസന്ധിയെ 10,000-ഓളമായി കുറയ്ക്കാൻ സർക്കാർ സാധിച്ചു എന്നുള്ളതാണ് സർക്കാരിന്റെ നേട്ടം. പക്ഷേ ഇത് വലിയ തോതിൽ വിദ്യാർത്ഥികളിൽ തന്നെ അവരുടെ തുടർ പഠന അവസരം നിഷേധിക്കപ്പെടുന്ന നോൺ ജോയിനിങ്
ജോയിനിങ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് 7000 വിദ്യാർത്ഥികൾ ലാഭിച്ചു എന്ന് കാണിക്കാൻ സാധിക്കും. പക്ഷേ കടലാസിലെ അത് ലാഭിക്കുന്നുള്ളൂ സാർ. ഓൺ ആക്ച്വൽ ഗ്രൗണ്ടിൽ ആ 7000-ഓളം വിദ്യാർത്ഥികൾക്കും നിലവിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇടം കിട്ടിയില്ലെങ്കിൽ അവർ പുറത്തു നിൽക്കുന്നവരാണ്. അതാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രസക്തിയും. അതുകൊണ്ട് ഈ കണക്കിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് നമുക്ക് സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ 2-അംഗ കമ്മീഷൻ മറുപടി നൽകുന്നുണ്ട്. അഷ്കർ, ആ കാര്യം കൂടി ഒന്ന് പ്രേക്ഷകരോട് പറയൂ. ഇന്നിപ്പോൾ 2-അംഗ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. 24-ഓളം സ്കൂളുകളിലെത്തി പരിശോധന നടത്തിയതിന് ശേഷമാണ് ഈ 2-അംഗ കമ്മീഷൻ ഇന്ന് റിപ്പോർട്ട് നൽകാൻ പോകുന്നത്. ഈ റിപ്പോർട്ടിൽ ഈ വിഷയമടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ടാകുമോ? അരുൺ, ഈ മലപ്പുറം RGDയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടറും അടക്കമുള്ള രണ്ടടക്ക അംഗ കമ്മീഷനാണ് ഈ വിഷയത്തിൽ പഠിച്ചിരുന്നത്. അവരുടെ റിപ്പോർട്ട് ഇന്ന് 11 മണിക്ക് തിരുവനന്തപുരത്ത് വെച്ച് വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ട് കൈമാറുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവരും അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ വന്ന അപേക്ഷകരുടെ എണ്ണം, അഥവാ ഇന്നലെ വൈകുന്നേരം അപേക്ഷ സമർപ്പണം പൂർത്തിയായി. ഈ അപേക്ഷകരുടെ എണ്ണം കണക്ക് കൂട്ടിയാണ് ഈ വിദ്യാഭ്യാസ പ്രതിസന്ധി അല്ലെങ്കിൽ സീറ്റ് പ്രതിസന്ധി കണക്ക് കൂട്ടാൻ പോകുന്നു എന്നതാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ പോലും ജില്ലയിൽ ഏകദേശം 10,000-ഓളം സീറ്റുകൾ കുറവുണ്ടെങ്കിലും 200-ഓളം ബാച്ചുകൾ അനുവദിക്കേണ്ടി വരും. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യത്തെ പിന്നീട് വരുന്ന 7,000-ഓളം വിദ്യാർത്ഥികളെ കണക്കുകളെ ഒഴിവാക്കിയുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷകളുടെ എണ്ണം കണക്ക് കൂട്ടിയാണ് അവരും ഇത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ വരും വർഷങ്ങളിലും സമാനമായ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ SSLC റിസൾട്ടൊക്കെ സമാനമായ രീതിയിൽ ആവർത്തിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിലും സമാനമായ പ്രതിസന്ധി ആവർത്തിക്കും, സമാനമായ പ്രതിഷേധങ്ങൾക്കുള്ള സാഹചര്യം ഉണ്ടാവും. പക്ഷേ അതിൽ കണ്ണിൽ പൊടിയിടലിന് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യത്തിലേക്കാണ് സർക്കാർ വിരൽച്ചുണ്ടതെങ്കിൽ ഈ വിദ്യാർത്ഥികളെ കൂടി കണക്ക് കൂട്ടിയുള്ള ഒരു പരിഹാരത്തിന് സർക്കാർ തയ്യാറാകേണ്ടതുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും അഷ്കർ നൽകിയ വാർത്തയാണ്. +1 സീറ്റ് പ്രതിസന്ധി കുറയ്ക്കാൻ സർക്കാർ കുറുക്കു മാർഗ്ഗങ്ങൾ തേടരുത്. ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം. അത് താൽക്കാലിക ബാച്ചാണെങ്കിൽ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നതാണ്. അല്ലാതെ നോൺ ജോയിനിങ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ, അതായത് 1, 2, 3 അലോട്ട്മെന്റുകൾ എടുക്കാത്ത കുട്ടികൾ 7000-ഓളം പേരുണ്ട്. അവരെ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കലല്ല കാരണം, അവർക്കും സപ്ലിമെന്ററി ലിസ്റ്റിൽ കടന്നുകൂടാനുള്ള അവസരം ഉണ്ടാവണം. VHSയിൽ എന്താണോ ചെയ്തത് അത് ഹയർ സെക്കൻഡറിയിലും ചെയ്താൽ മതി. ഇതാണ് അഷ്കർ അലി നൽകിയ റിപ്പോർട്ട്.